VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നു, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഓർക്കുന്നു, രാഷ്ട്രീയ നേതൃത്വം ഓർക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയല്ലേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഈടുവയ്പ്പെന്ന് ആർക്കും പറയാവുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ജീവിതം, സഫലമായ രാഷ്ട്രീയ ജീവിതമാണ് VS ഇന്നലെ 3:20 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് അവസാനിപ്പിച്ച് കടന്നു പോകുന്നത്. എങ്കിലും VS ഒരു ഓർമ്മയല്ല, മറിച്ച് രാഷ്ട്രീയ ജാഗ്രതയുടെ പേരാണ്. ആ രാഷ്ട്രീയ ജാഗ്രതയ്ക്ക് രണ്ടക്ഷരം എന്നൊരു വിളിപ്പേരുണ്ടെങ്കിൽ അത് VS എന്ന പേരായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത്ര കണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തൻ്റെ പേര് അടയാളപ്പെടുത്തിയാണ് VS എന്ന നേതാവ് കടന്നു പോകുന്നത്. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി. കാരണം പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു. 7 തവണ MLA ആയി, 3 തവണ പ്രതിപക്ഷ നേതാവായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ VS അച്യുതാനന്ദനാണ്. 14 വർഷക്കാലമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നത്. ആ കാലത്ത് ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും 2001 മുതൽ 2006 വരെയുടെ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് പൂമാല വൃക്കവാണിഭം, മതികെട്ടാൻ കയ്യേറ്റം അടക്കം നിരവധിയായ പ്രശ്നങ്ങൾ അങ്ങനെ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിട്ടുകൊണ്ട് എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് VS അങ്ങനെ കേരളത്തിലെ ജനതയെ ജാഗ്രതയുള്ള ഒരു സമൂഹമാക്കി മാറ്റാൻ, രാഷ്ട്രീയ ജാഗ്രതയുള്ള സമൂഹമാക്കി മാറ്റാൻ അക്ഷീണം പ്രയത്നിച്ചു. അതുതന്നെയാണ് VS അച്യുതാനന്ദൻ്റെ സംഭാവന. VS ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. VS ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ എന്തു പറയുമായിരുന്നു എന്ന് നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയുടെ കാരണം അദ്ദേഹത്തിൻ്റെ സഫലമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ, അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച വിശ്വാസ്യതയുടെ അടയാളമായി തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ഈ VSൻ്റെ മകൻ്റെ വസതിയിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ ഇവിടേക്ക് പല ദിക്കുകളിൽ നിന്നായി ആളുകൾ വരുന്നു. VSനെ കാണാൻ, അദ്ദേഹത്തിന് അന്തിമാഭിവാദനം അർപ്പിക്കാനായി നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് വരുന്നു. പല VSൻ്റെ ഉറ്റ അനുയായികളെയും ഇവിടെ കാണാം. കാരണം ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കാലമായി VS അച്യുതാനന്ദനോടൊപ്പമുള്ള VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭാഗമായി ഈ വാർത്താ റിപ്പോർട്ടിങ്ങിനും മറ്റുമായി പോയ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം VSനോടൊപ്പം ഒരു കാലത്തുണ്ടായിരുന്ന പല മുഖങ്ങളും ഇവിടെ, ഈ പരിചിത മുഖങ്ങളാണ് ഇവിടെ. അവരെല്ലാം തന്നെ ഇവിടെ കാണാം. ഇപ്പോൾ പല ആളുകളും, അതായത് VSൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള ആളുകൾ തന്നെ പലരുമുണ്ട് ഇവിടെ. ഇപ്പോൾ പഴയ ആറന്മുള MLA KC രാജഗോപാൽ അടക്കമുള്ള ആളുകളുണ്ട്. അദ്ദേഹം ഇപ്പോൾ VSനോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? ഒരു പോരാളി എന്ന നിലയിലും എല്ലാ പാവപ്പെട്ടവരോടും സ്നേഹവും സൗഹൃദവും എനിക്കൊക്കെ എപ്പോഴും ചെന്നു അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തോടുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ 2-3 വർഷമായി അങ്ങനെ സംസാരിക്കാൻ കൂടുതൽ ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ 101 ജന്മദിനത്തിനും അന്ന് കാണാൻ കഴിഞ്ഞില്ല, ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നു. വലിയൊരു വിടവല്ലേ VS? കാരണം KC രാജഗോപാലിൽ നിന്ന് അദ്ദേഹം പറയുന്നതും ഇടപെടുന്നതും ഒക്കെ നമ്മൾ MLA ആയിരിക്കുമ്പോഴും ആ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ നല്ല സ്നേഹമായിരുന്നു. മെയ്വേലി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനം അധിവസിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആ പ്രദേശത്തിനോടും അദ്ദേഹത്തിന് കൂടായിരുന്നു. എന്നോടും ആ കുടുംബത്തിൽ നല്ല സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന ആണ്. ഇനി ഇങ്ങനെ ഒരാളിനെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു. കൃഷ്ണ ഇത് സംസാരിച്ചത് ആറന്മുളയിലെ MLA ആയിരുന്ന KC രാജഗോപാലിനാണ്. ഒരു ഘട്ടത്തിൽ അത് VSൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ആയിരുന്നു. എല്ലാ കാലവും VSനൊപ്പം നിലയുറപ്പിച്ച ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, VS പ്രകടിപ്പിച്ച സ്നേഹവായ്പിൻ്റെ സ്മരണകളുമായി നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. വേലിക്കകത്ത് വീട്ടിൽ അങ്ങനെ ഒരു പൊതുദർശനം, ഈ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത്തരമൊരു പൊതുദർശനം ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി മരണവാർത്ത അറിഞ്ഞ് കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നായി പുറപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നു. ഇപ്പോൾ സുഗതകുമാരിയുടെ
മകൾ ലക്ഷ്മി ദേവിയാണ് ഇപ്പോൾ അദ്ദേഹം വി എസിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ വിവിധ തുറകളിലുള്ള ആളുകൾ നിരവധിയായ ഇടപെടലുകൾ നടത്തി വി എസ് നടത്തിയ ഇടപെടലുകളിലൂടെ അതിൻ്റെ ഗുണകാംക്ഷികളായി മാറിയ ആളുകൾ, അതിൻ്റെ ഗുണം ലഭിച്ചവർ തൊഴിലാളികളാണെങ്കിലും സാധാരണക്കാരായ മനുഷ്യരാണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിൽ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളവരാണ്. അവരൊക്കെ ആ ഓർമ്മയിൽ, ആ സ്നേഹവായ്പിൽ ഇവിടെയൊക്കെ എത്തുന്നു. ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുത്ത ശ്രദ്ധേയമായ തീരുമാനങ്ങളാണ്. നേരത്തെ വിജയകുമാർ തന്നെ അത് സൂചിപ്പിച്ചു. കർഷക കടാശ്വാസ കമ്മീഷനും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷനും കേരളത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. മാത്രമല്ല ഇതൊക്കെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വയനാട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കർഷക ആത്മഹത്യ അടക്കമുള്ള ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കർഷക ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളിൽ ഓർമ്മയുള്ളത് കൊണ്ടാണ് കർഷകരുടെ കടങ്ങൾ പരിഹരിക്കാനും അത് എഴുതിത്തള്ളാനും അവർക്ക് കടത്തിൽ നിന്നുള്ള കടഭാരം ഒഴിവാക്കാനുമുള്ള ഇടപെടലായി കർഷക കടാശ്വാസ കമ്മീഷനും മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കടഭാരം അകറ്റാനുള്ള നടപടി എന്ന ഭാഗമായി മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷനും കൊണ്ടുവന്നത്. വി എസ് അതോടൊപ്പം തന്നെ അന്ന് ഈ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും അത്തരം നിലപാടുകൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വി എസിന് എപ്പോഴും ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് പോരാടാൻ വി എസ് എല്ലാ ഘട്ടവും ശ്രമിച്ചു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പലയിടത്തുമുള്ള തണ്ണീർത്തടങ്ങളും നെൽവയലുകളും അതേപോലെ നിലനിൽക്കുന്നുണ്ടത്. എങ്കിലും അദ്ദേഹത്തെ ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയ എതിരാളികളും ചില പാർട്ടിക്കകത്തുള്ളവരും ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ വെട്ടുനിരത്തലുകാരൻ എന്ന് വിളിച്ചു. എന്നാൽ ആ വെട്ടുനിരത്തലിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ടാണ് പലയിടത്തും പാടശേഖരങ്ങൾ നികത്താതെയും ഇന്നും കൃഷി തുടരുകയും ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തൻ്റെ 15-ാം വയസ്സുകാലം മുതൽ കേരളത്തിലെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കർഷക തൊഴിലാളികൾക്കിടയിൽ നടത്തിയ പ്രവർത്തനമാണ്. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായിക്കൊണ്ടാണ് വി എസ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പി കൃഷ്ണപിള്ളയാണ് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളെ അക്കാലത്ത് പാർട്ടിയിലേക്ക് അംഗത്വം നൽകി കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം വളരെ സചേതനമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം ഏറ്റവും ത്യാഗഭരിതമായ ഒരു കാലത്താണ്. ഇന്നീ കാണുന്ന പാർട്ടിയുടെ ബഹുനില മന്ദിരങ്ങളോ വലിയ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ പാർട്ടി 57 അധികാരത്തിൽ വരുമെന്നോ കരുതി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരല്ല വി എസിനെ പോലുള്ള നേതാക്കൾ. അതുകൊണ്ട് തന്നെ തികച്ചും ത്യാഗപൂർണമായ ഒരു ജീവിതത്തിൻ്റെ, ഏറ്റവും മഹനീയമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ, സാർത്ഥകമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരേട് അവസാനിപ്പിച്ച് ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്നൊരു രക്തതാരകമായി വി എസ് മടങ്ങുമ്പോഴും അദ്ദേഹം നിരവധി ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നു.